നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് വന്ന വാർത്തകൾ, ഒപ്പം വരാത്ത വാർത്തകൾ എന്തെങ്കിലും ഉണ്ടോ, വന്ന വാർത്തകളെ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ പരിശോധിക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായും. എന്തെല്ലാമാണ് ഇന്നത്തെ പത്രങ്ങളിലെ വിശേഷങ്ങൾ? ഹർഷൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. അതായത് എല്ലാവരും റംസാൻ ആഘോഷത്തിൻ്റെ ഒരു മൂഡിലേക്ക് വന്നിരിക്കുന്ന ദിവസം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോടെ ആണ് എല്ലാ ടോപ്പുകളും പത്രങ്ങളുടെ എല്ലാം തന്നെ. പിന്നെ മലയാളിയെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ, വിവാദങ്ങൾ വലിയ ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പോൾ അതിനുള്ള വക നൽകുന്ന തരത്തിലേക്ക് കുറേ ദിവസങ്ങളായിട്ട് നമുക്കറിയാം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വലിയ ചർച്ച വിഷയമാവുന്നു. രാജ്യത്തെ തന്നെ RSSനെ ഉൾപ്പെടെയുള്ള അവരുടെ മുഖമാസികയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ മുഖവാരികൾ ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരുന്നു, വിമർശനങ്ങൾ വരുന്നു. ഏതായാലും ഇന്നത്തെ പത്രങ്ങളിൽ ഒന്നാം പേജിൽ അല്ലെങ്കിൽ ഒന്നാം പേജിലേക്ക് പ്ലേസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും എമ്പുരാൻ തന്നെയാണ്. എല്ലാ പത്രങ്ങളും, മാതൃഭൂമിയും മലയാള മനോരമ ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളും എമ്പുരാനിൽ തന്നെയാണ്. അത് ഒന്നാം പേജിൽ തന്നെ ഇടം കൊടുത്തിട്ടുണ്ട്. അതിൽ മാതൃഭൂമി എമ്പുരാന് നെട്ടോട്ടം എന്ന ഒരു തലക്കെട്ടോടു കൂടി വാർത്ത കൊടുത്തിരിക്കുന്നു. ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ, പങ്കുവെച്ച് പൃഥ്വിരാജ്, കത്രിക വീഴും മുൻപേ കാണാൻ തിരക്ക് എന്ന ഒരു സബ് ഹെഡ് കൂടെ അവർ കൊടുത്തിരിക്കുന്നു. ഏതായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ വാർത്തകളായി നമ്മുടെ ചാനലുകളിലും എല്ലാം പത്രങ്ങളും എല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ വളരെ വലിയ രീതിയിലുള്ള ചർച്ചയാക്കാനും മാർക്കറ്റ് ചെയ്യാനും ആ സിനിമയ്ക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. മാതൃഭൂമി ഇന്ന് അതുപോലെ തന്നെ പ്രാധാന്യത്തിൽ കൊടുത്ത മറ്റ് പല വാർത്തകളും കൂടെയുണ്ട്. അതായത് നാളെ ഏപ്രിൽ 1 ഒരു പ്രത്യേകത, അതിൻ്റെ ഭൂനികുതി ഉൾപ്പെടെയുള്ള വിവിധ നികുതികളിലുണ്ടായിട്ടുള്ള വർധനവുമായി ബന്ധപ്പെട്ട, ചെറിയ വർധനവാണെങ്കിൽ പോലും അതിൻ്റെ സ്ലാബ് എന്താണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വാർത്ത, അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദാംശങ്ങളും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഭൂനികുതി, അതുപോലെ തന്നെ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഒരു വാർത്തയും ഇന്ന് മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. മലയാള മനോരമയിൽ ഒന്നാം പേജിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മോഹൻലാൽ അതിൻ്റെ ഖേദം, അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നഗരങ്ങൾക്ക് ബ്രാൻഡിങ് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട വാർത്ത. അതായത് നഗരനയം സംബന്ധിച്ച കമ്മീഷൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നു. തൃശ്ശൂരും കൊച്ചിയും ഉൾപ്പെടെ, അതായത് കോഴിക്കോട് സാഹിത്യ നഗരം, ഇത് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളാണ് ഇന്ന് മലയാള മനോരമ നൽകിയിരിക്കുന്നത്. സിറ്റി, അതായത് കൊല്ലം വിജ്ഞാന ഇടനാഴി, കോഴിക്കോട് സാഹിത്യ നഗരം, കണ്ണൂർ ഫാഷൻ സിറ്റി, തൃശ്ശൂരും കൊച്ചിയും ഫിൻടെക് ഹബ് എന്നിങ്ങനെ ഒരു കാറ്റഗറിക്കലി അതിന് സർക്കാർ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ കാര്യത്തെക്കുറിച്ചുള്ള വാർത്ത. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ എമ്പുരാൻ വിഷയവുമായി ബന്ധപ്പെട്ട് പൃഥ്വിയെ ബലിയാടാക്കാൻ ശ്രമം മല്ലിക സുകുമാരൻ, ഈ വാർത്തയ്ക്ക് മലയാള മനോരമ ഒന്നാം പേജിൽ ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അവർക്കറിയാം ഈ വാർത്തയ്ക്കൊരു വലിയ റീഡബിലിറ്റി സാധ്യത കൂടിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മല്ലിക സുകുമാരൻ്റെ പ്രതികരണം മലയാള മനോരമ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഉൾപേജുകളിലും ഈ വാർത്ത കൂടുതൽ പ്രതികരണങ്ങൾ, രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ മലയാള മനോരമയുടെ അവരൊരു വാർത്തയ്ക്ക് കൂടുതൽ സ്പേസ് കൊടുത്തൊരു വാർത്ത, അത് ഉറപ്പായും വരേണ്ടിയിരുന്നൊരു വാർത്തയാണ്. പല പത്രങ്ങളിലും അത് ആ രീതിയിൽ വന്നിട്ടില്ല. മ്യാൻമർ ഭൂകമ്പത്തിൻ്റെ വാർത്തയ്ക്കിടയിലും ബോംബിംഗ്, അതായത് ആ ഭൂകമ്പത്തിനിടയിലും ബോംബിംഗ് എന്ന് പറയുന്ന ഒരു വാർത്ത, അത് ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ വന്നതാണ്. പക്ഷേ കേരളത്തിലെ മലയാളം പത്രങ്ങളിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എത്ര കണ്ട് മനസ്സിലാക്കിയെന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് 1700 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ട മ്യാൻമർ ഈ സമയത്ത് ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ അനുഭവിക്കുന്നു. സൈനിക ഭരണകൂടത്തിനെതിരെ പോരാടുന്ന പ്രതിപക്ഷ സായുധ സേന ആഭ്യന്തര യുദ്ധം 2 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചെന്ന് പറയുമ്പോഴും അവിടെ വ്യോമാക്രമണം നടത്തി എന്നുള്ള ഒരു സങ്കടകരമായ വാർത്ത ഉണ്ട്. ഈ വാർത്ത ഇന്ന് മലയാള മനോരമ നൽകിയിരിക്കുന്നു. പിന്നെ ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് RSS ആസ്ഥാനത്തേക്കുള്ള നരേന്ദ്രമോദിയുടെ സന്ദർശനമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടും മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, അതുപോലെ തന്നെ ഹിന്ദു ഉൾപ്പെടെ അല്ലെങ്കിൽ ദേശാഭിമാനി എല്ലാം തന്നെ ആ വാർത്ത കൊടുത്തിരിക്കുന്നു. മലയാള മനോരമയും മാതൃഭൂമിയും അടക്കം എനിക്കിതിൽ ഹർഷൻ
കുറച്ചുകൂടെ പ്രാധാന്യത്തിൽ കൊടുക്കണം എന്ന് തോന്നിയ ഒരു വാർത്ത ഞാൻ പറയാം. അതായത് ചെന്നൈയിലുള്ള നമ്മുടെ ലെജൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നതാണ്. അതായത് ബ്രസീൽ ലെജൻസും നമ്മുടെ ഇന്ത്യൻ ഓൾ സ്റ്റാർ ടീമുമായിട്ടുള്ള ഒരു ഫുട്ബോൾ മാച്ച് നടന്നിരുന്നു. അതിൽ ബ്രസീൽ താരം റൊണാൾഡിനോയ്ക്കൊപ്പം നമ്മുടെ IM വിജയൻ നിൽക്കുന്ന പടം സഹിത മാതൃഭൂമി, മലയാള മനോരമ ഉൾപ്പെടെ സ്പോർട്സ് പേജിൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരു വലിയ രസകരമായ കൗതുകകരമായൊരു വാർത്തയായിരുന്നു. കാരണം ലെജൻസിൽ വലിയ താരങ്ങൾ, നമുക്കറിയാവുന്ന പഴയ എഡ്മിൽസൺ ഉൾപ്പെടെയുള്ള താരങ്ങൾ കളിച്ച ഒരു ലൂസിയോ അടക്കമുള്ളവർ കളിച്ച ഒരു ഫുട്ബോൾ മാച്ച്, ആ മാച്ചിൻ്റെ ഒരു പടം എനിക്ക് തോന്നുന്നത് അത് ഒന്നാം പേജിൽ സാധിക്കുമെങ്കിൽ കൊടുക്കാമായിരുന്ന ഒരു കൗതുകമായ ഒരു ചിത്രം, ഒരു കൗതുക ചിത്രം കൂടിയാണ് വിജയനും റൊണാൾഡിനോ നിൽക്കുന്നത്. അതിൽ മലയാള മനോരമ അത് ഒന്നാം പേജിൽ ഒരു ടോപ്പിൽ അവരൊരു ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പല മാധ്യമങ്ങളും അല്ലെങ്കിൽ അത് പല പത്രങ്ങളും അത് വേണ്ടത്ര ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. ദേശാഭിമാനിയിൽ ഇന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഈ കുട്ടികളുടെയും യുവാക്കളുടെയും ഇടയിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്ത ദേശാഭിമാനി പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉൾപേജിൽ നമുക്ക് പതിവ് പോലെ പൃഥ്വിരാജിൻ്റെ വാർത്തയുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു വാർത്ത, ഹോളിക്കിടെ മേൽജാതിക്കാർ ദളിത് യുവാവിനെ തീയിലെറിഞ്ഞു എന്ന് പറയുന്ന ന്യൂഡൽഹിയിൽ നിന്നുള്ളൊരു വാർത്ത ദേശാഭിമാനി നൽകിയിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്തയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഹോളിയുടെ ആഘോഷങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടതാണ്. ഇതാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ റയൽ മാഡ്രിഡിലെ എംബാപ്പെ വസന്തത്തെക്കുറിച്ച്, അതായത് എംബാപ്പയുടെ ഗോൾ സ്കോറിങ്ങിന് എൻ്റെ ഒരു മികവിനെക്കുറിച്ച് ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ഹിന്ദുവിലൊരു ട്രംപിൻ്റെ രസകരമായൊരു വളരെ കൗതുകരമായിട്ടുള്ളൊരു വാർത്ത, ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തിയും, അതായത് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയ ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയ വാർത്ത. ഒന്നല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമാവുക, അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് നേരിടേണ്ടി വരും എന്നുള്ള തരത്തിലേക്ക് ട്രംപ് സംസാരിക്കുന്നതിൻ്റെ ഈ ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഒപ്പം 8ാമത്തെ പേജിൽ, അതായത് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഒരു കോൺട്രവേഴ്സി, ഹരിയാന പോലീസ് പാട്ടുകൾ, കുറച്ച് ലോക്കൽ സിംഗേഴ്സിൻ്റെ കുറച്ച് പാട്ടുകൾ കമ്മ്യൂണൽ വയലൻസിൻ്റെയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിരോധിച്ചു എന്നുള്ള ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു. വീക്ഷണം, ഇന്ന് ഞാൻ പല പത്രങ്ങളും നോക്കിയപ്പോൾ വീക്ഷണമാണ് ഏറ്റവും മോശമായിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. ഈ മോഹൻലാലിൻ്റെ സംഘപരിവാർ എമ്പുരാൻ വാർത്ത ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഹെഡിങ്ങോടുകൂടെ വന്നിരിക്കുന്നത്, ഒരു പക്ഷേ വളരെ അൺപ്രൊഫഷണലായിട്ട് വന്നിരിക്കുന്നത് വീക്ഷണത്തിലായിരിക്കും തോന്നുന്നു. അതുപോലെ തന്നെ മാധ്യമം ഇന്ന് ഈ വാർത്തകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഹമാസിൻ്റെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ച് ഹമാസ്, പ്രത്യേകിച്ച് ഈദുൽ ഫിത്തർ ആഘോഷിച്ച് പലസ്തീനികൾ എന്ന ഒരു തലക്കെട്ട് ഒരു സബ്ഹെഡോടുകൂടി കൊടുത്തിരിക്കുന്നു. ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതാണ്ട് ഇന്ന് RSSൻ്റെ ആസ്ഥാനത്തേക്കുള്ള മോദിയുടെ സന്ദർശനം ഉൾപ്പെടെയുള്ള വാർത്തകൾ തന്നെയാണ്. ഒപ്പം തന്നെ ഒരു മണിപ്പൂരിലെ അപ്സ സംബന്ധിച്ച് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു മണിപ്പൂരിൽ എന്നുള്ളൊരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് നൽകിയിട്ടുണ്ട്. ഇത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണെന്ന് പറയേണ്ടി വരും. ബാക്കി ഏതാണ്ട് എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളും ഉൾപ്പെടെ RSS ആസ്ഥാനത്തേക്കുള്ള മോദിയുടെ സന്ദർശനം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ RSS വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിൽ കൂടെ ആ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇങ്ങനെയുള്ള നിരവധി വാർത്തകളുള്ള ഒരു വാർത്താ ദിവസം തന്നെയാണ്. ഏതായാലും നമ്മുടെ ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് ശുഭദിനം, ഒപ്പം തന്നെ റംസാൻ ആശംസകളും നേരുന്നു. നമുക്ക് അടുത്ത ദിവസം കാണാം. ഹർഷൻ.